കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുടി കണ്ട് കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുടി ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇനി അനുഭവത്തിന്റെ കൈകളിലൂടെ പഠനത്തിന്റെ പുതിയ തലമുറയിലേക്ക് കൈമാറപ്പെടുകയാണ്. ഇപ്പോൾ ഈ വെളിച്ചം ഓരോ പഠിതാവിലേക്കും കൈമാറപ്പെടുന്നു. ഓരോ കത്തുന്ന മെഴുകുതിരിയും ഒരു പുതിയ തുടക്കമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന സഹപാഠി ശ്രീധരേട്ടൻ പ്രതിജ്ഞാവാചകം ചൊല്ലി നൽകുന്നതാണ്. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രതിജ്ഞ. അറിവിന്റെയും അതിജീവനത്തിന്റെയും ഈ ദീപസാക്ഷിയായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വിദ്യ നേടുന്നതിന് പ്രായമോ സാഹചര്യങ്ങളോ ഒരു തടസ്സമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പാതി വഴിയിൽ നിലച്ചുപോയ എന്റെ പഠനം
പുനരാരംഭിക്കാനുള്ള ഈ സുവർണാവസരം പൂർണ്ണമായ അർപ്പണബോധത്തോടെ ഞാൻ വിനിയോഗിക്കും. ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി ബിരുദ പഠനം വിജയകരമായി പൂർത്തിയാക്കുമെന്നും വിജ്ഞാന സമ്പാദനത്തിലൂടെ എന്റെ വ്യക്തിത്വവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിലെ ഈ വെളിച്ചം എന്റെ കുടുംബത്തിനും സമൂഹത്തിനും വഴികാട്ടിയാക്കി മാറ്റുമെന്നും പഠനത്തിലൂടെ ലഭിക്കുന്ന വിവേകം നമ്മുടെ പാതയിൽ മാത്രം ഉപയോഗിക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയോടെ ഈ വെളിച്ചത്തോടൊപ്പം ഹോപ്പിന്റെ ഇൻഡക്ഷൻ സെറമണി ഔപചാരികമായി സമാപിക്കുന്നു. Together we rise, together we light hope. പറ്റാത്ത ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കൂടൊന്നു കൂട്ടി വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടിയ മന്ത്രകോടി വാങ്ങി വെച്ചു മാല കൊടുത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു ചന്ദനക്കുറി പറന്നു ചെല്ലാൻ കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്ന നിന്നെ മാത്രം കണ്ടില്ല നിന്നെ മാത്രം കാത്തിരുന്ന നിന്നെ മാത്രം പൊൻകിനാക്കൾ പൂത്ത നേരം പോയതെങ്ങു നീ പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി തനിടി വെട്ടി പുതുമഴ പെയ്യണ് ചെങ്കുരുവേ ഇളംപരലേ പുത്തനിടി വെട്ടി പുതുമഴ പെയ്യണ് ചെങ്കുരുവേ ഇളംപരലേ പുത്തനിടി വെട്ടി പുതുമഴ പെയ്യണ് ചെങ്കുരുവേ ഇളംപരലേ പുത്തനിടി വെട്ടി പുതുമഴ പെയ്യണ് ചെങ്കുരുവേ ഇളംപരലേ പുതുവെള്ളം കളി കാണാൻ പോരാനുണ്ടോടി
ചെങ്കുരുവേ ഇളമ്പരലേ പുതുവെള്ളം കളി കാണാൻ പോരണുണ്ടോടി ചെങ്കുരുവേ ഇളമ്പരലേ ഞാൻ പോരണില്ല വകതുളി കുറുവേ നീ ഞാൻ പോരണില്ല വകതുളി കുറുവേ നീ കുത്തുവലക്കാര് കുത്തിപ്പിടിക്കും വകതുളി കുറുവേ നീ വലക്കാര് കുത്തിപ്പിടിക്കും വകതുളി കുറുവേ നീ വീശും വലക്കാര് വീശി പിടിക്കും വകതുളി കുറുവേ നീ വീശും വലക്കാര് വീശി പിടിക്കും വകതുളി കുറുവേ നീ ചൂണ്ടും വലക്കാര് ചൂണ്ടി പിടിക്കും വകതുളി കുറുവേ നീ വലക്കാര് ചൂണ്ടി പിടിക്കും വകതുളി കുറുവേ നീ ഞാൻ പോരണില്ല വകതുളി കുറുവേ നീ ഞാൻ പോരണില്ല വകതുളി കുറുവേ നീ മുള്ളുള്ള പാറ മോരച്ചു കേഴുമെൻ്റെ വകതുളി കുറുവേ നീ മുള്ളുള്ള പാറ മോരച്ചു കേഴുമെൻ്റെ വകതുളി കുറുവേ നീ വരുവാൻ തല്ലിയ കുഞ്ഞരി വാളുണ്ട് കുനുകുനെറിയും വകതുളി കുറുവേ നീ വരുവാൻ തല്ലിയ കുഞ്ഞരി വാളുണ്ട് കുനുകുനെറിയും വകതുളി കുറുവേ നീ കണ്ണീര് വെള്ളത്തിൽ അൽമ്പിക്കേഴുമെൻ്റെ വകതുളി കുറുവേ നീ കണ്ണീര് വെള്ളത്തിൽ അൽമ്പിക്കേഴുമെൻ്റെ വകതുളി കുറുവേ നീ നിറമോലും പീലി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും നിറമോലും പീലി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും കണ്ണീരിലലിയാത്ത ചുടുകണ്ണീരിലലിയാത്ത എന്റെ ദുഃഖം എന്റെ പൊന്നുണ്ണി കണ്ണന്റെ കാൽക്കൽ ഞാൻ എന്റെ തിരുവമ്പാടി കണ്ണന്റെ കാൽക്കൽ ഞാൻ എന്റെ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ ഞാൻ സമർപ്പിച്ചിടും കണ്ടില്ലെന്നു നടിച്ചേക്കാം കൃഷ്ണനെ ഒന്നു കണ്ടില്ല എന്റെ ഈ നാമങ്ങളൊന്നു കേട്ടില്ല എന്നു നടിച്ചേക്കാം കണ്ണനല്ലേ കണ്ണനല്ലേ എന്നിരുന്ന ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല അടിയന്റെ ദുഃഖം കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് മനമാർന്നു വിളിച്ചാൽ ഒരു നോട്ടമെങ്കിലും നാദാപുരം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട സഫീറ എം കെ ഏറെ ഹരേ കൃഷ്ണ 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 എന്ന് മനമാർന്നു വിളിച്ച ഒരു നോട്ടമെങ്കിലും
നൽകാതിരിക്കില്ല കണ്ണനുണ്ണി. ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്. ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്. നന്ദനന്ദന ഗോവിന്ദ നന്ദഗപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര. മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞുടുത്ത് കാട്ടിലഞ്ഞി മാലയിട്ട്, നല്ല മുളം തണ്ടുമുളും ഗാനമോടെ ഓടിവായ് വേണുഗാനമോടെ ഓടിവായ് വേണുഗാനമോടെ ഓടിവായോ. നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായ മുരളീധര മാധവ. ഓ ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്. ഗോകുല ജനരഞ്ജന ഗോപി വല്ലഭ മായ മുരളീധര മാധവ. ഓ പീലികെട്ടി കാട്ടിലെല്ലാം മേഞ്ഞിടുന്നോരുണ്ണിയല്ലേ, കണ്ണനല്ലേ കള്ളനല്ലേ മായ കാട്ടും മാറനല്ലേ, വിശ്വമായ കാട്ടും മാറനൽ വിശ്വമായ കാട്ടും മാറനല്ലേ. കാളിയ നർത്തന ഗോവിന്ദ കൺമഷഹീന, കാറൊളി വർണ്ണ ഗോവിന്ദ കാരുണ്യരൂപ. നീലമുകിൽ ഭംഗിയോടെ നീ അണയും നാളതിനാൽ, ഗോപദനം കാത്തിരിപ്പൂ ഗോപബാല ഓടിവായു എന്റെ ഗോപബാല ഓടിവായു എന്റെ ഗോപബാല ഓടിവായു. ഗോലുമ 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 രേ രാധാ കൃഷ്ണ മുരളി കൃഷ്ണ ഗോലുമ 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 രേ രാധാ കൃഷ്ണ മുരളി കൃഷ്ണ ഗോലുമ 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 രേ രാധാ കൃഷ്ണ മുരളി കൃഷ്ണ ഗോലുമ 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 രേ രാധാ കൃഷ്ണ മുരളി കൃഷ്ണ ഗോലുമ. ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്. ഉണ്ണിക്കണ്ണ കൃഷ്ണ നന്ദഹരേ കൃഷ്ണ. ഓ സൂപ്പർ. ഒന്ന് കൈയടിച്ചേ ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ. മഴയ്ക്ക് കൈയടിച്ചേ പുഴയ്ക്ക് കൈയടിച്ചേ, മാരിവില്ല് മാലയിടും മലയ്ക്ക് കൈയടിച്ചേ. ഏയ് ആടി കൈയടിച്ചേ പാടി കൈയടിച്ചേ, കാറ്റിലോളം തുള്ളി തുള്ളി കറങ്ങി കൈയടിച്ചേ. മക്കളെ ചിരിച്ച് കൈയടിച്ചേ കളിച്ച് കൈയടിച്ചേ, കേരളീയരായി നിന്ന് ഞെരിച്ച് കൈയടിച്ചേ. ഏയ് ഒന്ന് കൈയടിച്ചേ ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ. കട്ടപ്പാറ വെട്ടിപ്പൊട്ടി ചുറവ കണ്ടെടുത്തേ, നട്ടപ്പാതിരാപ്പറവ പാട്ട് വീണ്ടെടുത്തേ. കണ്ണുനീരിലാണ്ടവർക്ക് വീടു കൊടുത്തേ, ചൂട് ചോര വിയർപ്പാക്കിയോർക്ക് നീതി കൊടുത്തേ. പള്ളിക്കൂടം കേറിയോർക്ക് പദവി കൊടുത്തേ, കൊള്ളും വെയിലു കൊള്ളാൻ നിന്ന്
വന്നവർക്ക് തണലു കൊടുത്തേ, ജാതി മത കോട്ടകളുടെ മൂട് തകർത്തേ, നാട്ടിൽ സകല ജാതി മാനവർക്കും നാവു കൊടുത്തേ, നാടുണർന്നു കാണുവാൻ ഉറക്കമില്ലാതൂണുമില്ലാതോടി നടന്നോർക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, നാടുണർന്നു കാണുവാൻ, നാടുണർന്ന് കാണുവാൻ, നാടുണർന്നു കാണുവാൻ ഉറക്കമില്ലാതൂണുമില്ലാതോടി നടന്നോർക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, വീണ്ടും വീണ്ടും കൈയടിച്ചേ. പറയെഴുതി പറയെഴുതി പനയിലേറി തെങ്ങിലേറി പാടം തന്ന പാട്ടുപാടി കൊല്ലപ്പണി കൂട്ടിലേറി ആശ വച്ച് മൂശ വച്ച് വാശിയോടുരുക്കിയൊഴിച്ചുടലുവെന്തിടാതെ കാത്ത് കണ്ണിലെണ്ണ കടലൊഴിച്ച് കരുണയോടെ കൂട്ടുകൊടുത്തുരുള കൊടുത്തൊരുമ കൊടുത്തോരോന്നും നേടിവച്ച് അറിവു കൊടുത്തഴകു കൊടുത്തുള്ളതെല്ലാം നല്ലതെല്ലാം എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ളൊരോർമ്മ പങ്കുവച്ച് ഇരുളടഞ്ഞ ലോകമെല്ലാം നന്നാവാൻ വഴിതെളിച്ച തീപ്പന്തങ്ങൾക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, ഇരുളടഞ്ഞ ലോകമെല്ലാം, ഇരുളടഞ്ഞ ലോകമെല്ലാം നന്നാവാൻ വഴിതെളിച്ച തീപ്പന്തങ്ങൾക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഉറച്ച് കൈയടിച്ചേ, ഒട്ടുമറയ്ക്കാതെ വിറയ്ക്കാതെ കൈയടിച്ചേ, തണ്ടുതുരപ്പന്മാരുടെ കൊമ്പ് മുറിച്ചേ, മുന്നിൽ പച്ചയിട്ട കേരനിരകൾ കുടകൾ പിടിച്ചേ, കാട്ടുമൃഗക്കാടു വെട്ടി നാടു വളർത്തി വീണ്ടും കാട്ടുമൃഗം കൂട്ടമായി നാട്ടിലുമെത്തി, കാട് കാട്ടിലുള്ളവർക്ക്, നാട് നാട്ടിലുള്ളവർക്ക്, കാട് കാട്ടിലുള്ളവർക്ക്, നാട് നാട്ടിലുള്ളവർക്ക്, വീട് വീട്ടിലുള്ളവർക്കെന്നോർമ്മയുള്ളവർക്ക് വിറ്റ് വിറ്റ് വിൽക്കാനിനി ഒന്നുമില്ലെന്നായപ്പോൾ, വിറ്റ് വിറ്റ് വിൽക്കാനിനി ഒന്നുമില്ലെന്നായപ്പോൾ കിഡ്നി വിൽക്കാൻ, കരള് വിൽക്കാൻ, ചങ്ക് വിൽക്കാൻ, കണ്ണ് വിൽക്കാൻ, കിഡ്നി വിൽക്കാൻ, കരള് വിൽക്കാൻ, ചങ്ക് വിൽക്കാൻ, കണ്ണു വിൽക്കാൻ, വില കിട്ടുന്നവയെല്ലാം വിറ്റ് വിറ്റു കുന്നുകൂട്ടാൻ, വില കിട്ടുന്നവയെല്ലാം വിറ്റ് വിറ്റു കുന്നുകൂട്ടാൻ കൊള്ളക്കാരിറങ്ങി വന്ന് ഭള്ള് കാണിക്കും നേരം, കൊള്ളക്കാരിറങ്ങി വന്ന് ഭള്ള് കാണിക്കും നേരെ തരുതരുത്, അരുതരുത്, അരുതരുത്, അരുതരുതെന്നാക്രോശിച്ചൊന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, അരുതരുതെന്നാക്രോശിച്ചൊന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, വീണ്ടും കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ. എതിർത്ത് കൈയടിച്ചേ, തടുത്ത് കൈയടിച്ചേ, ഇവിടെ വരും തലമുറകൾ കാണലില്ല തലച്ചിലില്ലാതോടി നടന്നോ മനിക്കാൻ, പെരുമാക്കന്മാരെ കാട്ടുമാക്കന്മാരെ എല്ലാം നാട്ടിൽ നിന്നു കൂട്ടമൂടെ കെട്ടുകെട്ടിക്കാനായി കൊന്നു ചേർന്ന പെരുമാക്കന്മാരെ കാട്ടുമാക്കന്മാരെ എല്ലാം നാട്ടിൽ നിന്നു കൂട്ടമൂടെ കെട്ടുകെട്ടിക്കാനായി കൊന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, വീണ്ടും കൈയടിച്ചേ, മക്കളെ മുത്തശ്ശിമാരെ
പാരില്ല ദുർജനമായി ഞങ്ങൾ ദുർജനമായി പൊരുതി നേടി പുതിയൊരു ലോകം. ആണും പെണ്ണും ചേർന്നവർക്കും മാന്യത നൽകി നമ്മൾ യോഗ്യരായ ചെയ്യാമാക്കുമെന്നാക്കി. ഒത്തൊരുമിച്ചൊരുമ കൊണ്ട് നമ്മൾ മുന്നേറും. വല്ല തെറ്റും പറ്റിപ്പോയാൽ അതും തിരുത്തി മുന്നേറും. ഒത്തൊരുമിച്ചൊരുമ കൊണ്ട് നമ്മൾ മുന്നേറും. വല്ല തെറ്റും പറ്റിപ്പോയാൽ അതും തിരുത്തി മുന്നേറും. നമ്മൾ നമ്മൾ നമ്മളാറ് നമുക്ക് നാലെന്നത് തിരുത്തണം. നമ്മൾ രണ്ട് നമുക്ക് രണ്ടെന്നുള്ളത് തെറ്റി. നമ്മൾ നമ്മളാറ് നമുക്ക് നാലെന്നത് തിരുത്തണം. മെച്ചപ്പെട്ട ചുറ്റുപാടിൽ അവര് വളരണം. പച്ചനൈവം അഭിമാനം. മെച്ചപ്പെട്ട ചുറ്റുപാടിൽ അവര് വളരണം. പച്ചവെള്ളം കൊണ്ട് നല്ല വിമാനം വളർത്തണം. കെട്ടുപോയ പുഴകളെല്ലാം വീണ്ടെടുക്കണം. നമ്മൾ നാട്ടിലുള്ള തണ്ണീർത്തടം കാത്തുകൊള്ളണം. മലയിടിഞ്ഞിടാതെ വേനൽ കടലെടുക്കാതെ നല്ല വിത്തു വിതയ്ക്കെന്നുമെന്നും വിളവെടുക്കണം. മുടിക്കാതെ നിലം പാടിലാക്കാതെ എന്നും നമ്മളൊന്നിച്ചൊറ്റക്കെട്ടായി പണിയെടുക്കണം. മാലിന്യങ്ങളെല്ലാം ഉറവിടത്തിൽ മറവു ചെയ്യണം. മാലിന്യങ്ങളെല്ലാം ഉറവിടത്തിൽ മറവു ചെയ്യണം. ഞാൻ മുഖ്യ പ്രഭാഷണം എന്നെല്ലാം ഈ നോട്ടീസിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. മുന്നേറ്റമല്ല സന്ദർഭമല്ല, സമയമില്ലാത്ത മാനവ മുന്നേറ്റമാണ് നമ്മൾ നടത്തി. ആര്യ മുന്നേറ്റമല്ല, ദ്രാവിഡ മുന്നേറ്റമല്ല, മാനവ മുന്നേറ്റമാണ് നമ്മൾ നടത്തി. നമ്മളെല്ലാം അമ്മ മക്കൾ, നമ്മളെല്ലാം ഉമ്മ മക്കൾ, നമ്മളെല്ലാം മമ്മി മക്കളായി വളർന്നു. നമ്മളെല്ലാം അമ്മ മക്കൾ, നമ്മളെല്ലാം ഉമ്മ മക്കൾ, നമ്മളെല്ലാം മമ്മി മക്കളായി വളർന്നു. ആ വളർത്തൂറാണ് കേരളത്തിലെന്നതോർമ്മ വേണം. ആ വെളിച്ചം കെട്ടുപോയാലില്ല കേരളം. ഇവിടെ ഇരിക്കുന്നവരാരും പഠിക്കാൻ കെട്ടുപോയാൽ ഇന്ത്യയില്ല ലോകമില്ലെന്നതോർക്കണം. പോയവരല്ല, മറിച്ച് ആ വെളിച്ചം കെട്ടുപോയാൽ ഇന്ത്യയില്ല ലോകമില്ലെന്നതോർക്കണം. ഓർമ്മകൾക്കു വേണ്ടി നമ്മളൊന്ന് കൈയടിച്ചേ. അത് പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും ഓർമ്മകൾക്കു വേണ്ടി നമ്മളൊന്ന് കൈയടിച്ചേ. വർത്തമാനത്തിനു വേണ്ടി വീണ്ടും കൈയടിച്ചേ. വർത്തമാനത്തിനു വേണ്ടി വീണ്ടും കൈയടിച്ചേ. നല്ല നാളുകൾക്കു വേണ്ടി ഇനിയും കൈയടിച്ചേ. നല്ല നാളുകൾക്കു വേണ്ടി ഇനിയും കൈയടിച്ചേ. ഒന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ. ഒന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ. മക്കളെ വീണ്ടും കൈയടിച്ചേ. വീണ്ടും വീണ്ടും കൈയടിച്ചേ. 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 വീട്ടിലെ പലതായ സാഹചര്യങ്ങൾ കാരണം വീടിന്റെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് പഠനത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിൽ, നമുക്ക് പറഞ്ഞ ഒരുപാട് കൊല്ലം മുമ്പല്ല, ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ ഒരു ദിവസം, അതിന്റെ 2021-ലെയോ 2022-ലെയോ കേരളോത്സവം നടക്കുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കുറേയേറെ കായിക താരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തുമുള്ള കായിക താരങ്ങൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ അതിന്റെ സംഘാടക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഓടി നടക്കുന്ന സമയത്ത് എനിക്ക് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഞാൻ കാണുകയാണ്. പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് ആ മുഖം വരുന്നുണ്ടെങ്കിലും എവിടെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ അവരെ തന്നെ നോക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ ഇങ്ങനെ കൂടുതൽ സമയം നോക്കുന്നത് ശരിയല്ല എന്നതൊക്കെ നിയമപരമായിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ദൂരേക്ക് മാറി നിൽക്കും, പിന്നെയും നോക്കും. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു, ഇത് എന്റെ കൂടെ പഠിച്ച, അന്ന് എന്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ നാഷണൽ ലെവലിൽ വരെ സ്പോർട്സ് മേഖലയിൽ മത്സരിച്ചിരുന്ന ആളാണല്ലോ. ആ പേരൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. അവള് അപ്പോഴാണ് എന്നെ ശ്രദ്ധിച്ചത്. ഓടി എൻ്റെ അടുത്തേക്കും വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി കൈപിടിച്ച് സംസാരിച്ചു.
ഞാൻ ചോദിച്ചു, നീ എവിടെയാണ്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായല്ലോ, നിന്നെപ്പറ്റി പിന്നീട് ഒരു വിവരവുമില്ല. ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് 10ാം ക്ലാസ്സുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരും കൂടി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും പലരും നിന്നെപ്പറ്റി പറഞ്ഞു, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പൊ നീ സ്പോർട്സിലൊന്നും ഇല്ലേ? കാരണം അന്ന് ആ ഒരു സ്കൂളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ വലിയ ഒരുപാട് സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുത്ത് അവാർഡുകൾ ഒരുപാട് വാങ്ങിക്കൂട്ടിയ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോ അവൾ പറഞ്ഞു, എന്റെ മുഖത്ത് നിന്ന് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ സ്പോർട്സിലൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് നിർത്തിയത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ ഒന്നിനും ഓടാനൊന്നും പോയിട്ടില്ല. അപ്പൊ അവരവരുടെ ഒരു ചെറിയ ജീവിത കഥ പറഞ്ഞു. അച്ഛന്റെ പെട്ടെന്നുണ്ടായ മരണം, അതിനുശേഷം കുടുംബത്തിൽ നിന്നുള്ള നിർബന്ധങ്ങൾ കാരണം വിവാഹിതയാവേണ്ടി വന്നത്, ഭർത്താവിന്റെ വീട്ടിലുണ്ടായ ചെറിയ ചില പ്രയാസങ്ങൾ, അപ്പോൾ വീട്ടിൽ നിന്നും പിന്നീട് പോരേണ്ടി വന്ന അവസ്ഥ, ഭർത്താവുമായി തെറ്റേണ്ടി വന്ന അവസ്ഥ, അതിനുശേഷം പിന്നീട് യോജിച്ച ബന്ധമുണ്ടായതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ അവർ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിൽ പ്രധാനം സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം, ആ സ്വപ്നം സ്പോർട്സിൽ എനിക്ക് ഏതെങ്കിലും ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എത്തിച്ചേരാൻ നല്ല പ്രാപ്തിയുള്ള പെൺകുട്ടിയുമായിരുന്നു അവർ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പരീക്ഷ ചോദിച്ചു, എന്താണ് ഇവിടെ ഇപ്പൊ വന്ന് ചോദിച്ചു. മകനെ വിളിച്ചു, ആ മകനെ അങ്ങനെ ചേർത്ത് ഞാൻ ഏറെ ആഗ്രഹിച്ച എന്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഇന്ന് ജീവിക്കുന്നത് മുഴുവൻ എന്റെ ഈ മകന് വേണ്ടിയിട്ടാണ്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളാണ്. അവനെ ഞാൻ കാണാത്ത, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന, ഞാൻ നടന്നു പോകാൻ കഴിയാത്ത, എനിക്ക് നടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന, എനിക്ക് ഓടി ജയിച്ച് സമൂഹത്തിൽ മുന്നിലെത്താമെന്ന് ആഗ്രഹിച്ച ആ വഴിയിലൂടെ എല്ലാം അവനെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വെറുതെ ഒന്ന് നമ്മുടെ ക്ലാസ് മുറികളിലേക്കൊന്ന് നമ്മുടെ ചിന്തകളെയും ആലോചനകളെയും കൊണ്ടുപോയാൽ മതി. അന്ന് നമ്മളോടൊപ്പം നന്നായി കളിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്ന് നമ്മൾ ആരും ലോകത്ത് അവരെ കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല. ഓട്ടമത്സരങ്ങളിൽ സമ്മാനം വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിച്ചിരുന്നവരുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും നന്നായി കൈയക്ഷരമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ക്ലാസ്സിൽ എപ്പോഴും കലമ്പിലെ വർത്തമാനം പറയുന്ന നന്നായി പ്രസംഗിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. എവിടെയാണ് അവരൊക്കെ? അവര് മാത്രമേ അവരുടെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം അവർക്ക് സാധ്യമായിട്ടുള്ളൂ. മറ്റെല്ലാവരും അവരുടെ സ്വപ്നങ്ങളെ അവരുടെ പ്രതീക്ഷകളെ ജീവിതത്തിന്റെ മഹായാഥാർത്ഥ്യത്തോട് പൊരുതി അവരെല്ലാവരും ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കണമെന്ന് അതിയായ താല്പര്യമുണ്ടായിരുന്നവർ, സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതൽ മാർക്കുകൾ വാങ്ങണമെന്ന് അതിയായ താല്പര്യമുണ്ടായിരുന്നവർ, പഠിച്ചിട്ട് വേണം എനിക്കൊരു ജോലി കിട്ടാൻ എന്നാഗ്രഹിച്ചിരുന്നവർ, അവരെല്ലാം പെട്ടെന്നുണ്ടായ ജീവിത സാഹചര്യങ്ങൾ മൂലം അതിൽ നിന്ന് വഴിമാറിപ്പോയവരാണ്. തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, എല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് തീർച്ചയായും നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ന് പഠനത്തിലൂടെ വിവിധങ്ങളായ എത്രയോ പഠിതാക്കളെ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മുടെ ബീനയുണ്ട്, വളയത്തെ ഗ്രാമപഞ്ചായത്തിലെ അംഗമാണ്. ബീനയെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ അഭിമാനം എന്നത്, ബീന തന്റെ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതല്ല, മറിച്ച് ആ പഠനത്തിനൊപ്പം, മകളെ പഠിപ്പിക്കുന്നതിനൊപ്പം അവളും പഠിച്ചു എന്നുള്ളതാണ്. അവരിപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ആകും എന്നുള്ളതാണ്. ഒരു നന്മയാണ്, അല്ലെങ്കിൽ കരുത്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ളത്. സ്വന്തം മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കുന്നതിനൊപ്പം എനിക്കൊരു വക്കീലാകണമെന്ന് സബലീകരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് പ്ലസ് 2 പഠിക്കാൻ കഴിയാതിരുന്നവർ തുല്യതാ പഠനത്തിലൂടെയാണ് പ്ലസ് 2 പാസ്സായിട്ട് ഇപ്പോൾ LLB-യിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ബീന മാത്രമല്ല, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേർ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യട്ടെ. പഠിക്കാൻ കഴിവുള്ളവർ, വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അവർക്ക് ഏതെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും പിന്തുണക്കണമെന്ന ചിന്തയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ മാതൃകയാവും വിധം കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ശ്രീനാരായണ
ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പഠന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിച്ചത്. ഞാൻ അശോകൻ മാഷോടും സീതരേട്ടനോടൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വല്ലാതെ വൈകിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കോഴിക്കോട് ജില്ലയുടെ ഒരു വലിയ പ്രസ്ഥാനമാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് പറയാം, വൈകിപ്പോയിട്ടില്ല. നമ്മൾ ആരംഭിക്കാനേ വൈകിയിട്ടുള്ളൂ. മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ ഒരിക്കലും പുറകിലേക്ക് പോവുകയില്ല എന്ന്. ഇന്ന് 100 150 ആളുകളാണ് പഠിതാക്കളായി എത്തിയതെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുളേരിയിലെ ബ്ലോക്ക് പഞ്ചായത്തും ബന്ധപ്പെട്ട പഞ്ചായത്തുകളും എല്ലാം കക്ഷി രാഷ്ട്രീയ വർഗ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നാടിന്റെ വികസനത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ച്, വ്യക്തിപരമായി ഏറെ അഭിമാനമുള്ള, ഏറെ സന്തോഷമുള്ള, ഏറെ ആഹ്ലാദമുള്ള ഒരു ചടങ്ങിലാണ് പങ്കെടുക്കാൻ സാധിച്ചത് എന്നുകൂടി നിങ്ങൾ എല്ലാവരോടും സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സംഘാടകർക്കെല്ലാം വളരെ സ്നേഹത്തോടെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും. നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും, നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ, കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ. 100ന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും പിറക്കില്ല കേട്ടോ, 100ന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും പിറക്കില്ല കേട്ടോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ഈ സാക്ഷരതാമേഖലയിലും അതുപോലെ തന്നെ ഈ കുടുംബശ്രീ മേഖലയിലും മൊത്തം പ്രവർത്തനത്തിന് എന്നാലുമേ എന്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലോ. അവര് വേറെ കാഴ്ച ഇവിടെ വർക്ക് ചെയ്യുന്നത്. അന്ന് ഇങ്ങനെയുള്ള പരിപാടി എന്നാലുമേ എന്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലോ. എന്നാലുമേ എന്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലോ. പാട തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി. ഒരു തേങ്ങ ഇന്നരയ്ക്കാൻ തന്ന, അതിലര മൂന്ന് തേങ്ങ അരച്ചിട്ടുള്ളേ. പാട തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, ആഹാ തന്നാന താന നാന നാനി. നമ്മുടെ സീനിയർ 10 മുളക് അരയ്ക്കാൻ തന്ന, അതിൽ 5 മുളക് അരച്ചിട്ടുള്ളേ. 10 മുളക് അരയ്ക്കാൻ തന്ന, അതിൽ 5 മുളക് അരച്ചിട്ടുള്ളേ. പാട തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി, തന്നാന താന നാന നാനി.
ഒരു നല്ല ഉണ്ട് കൊടുക്കാൻ തന്ന പഴമുണ്ടൊടുത്തേ നടന്നിട്ടുള്ളേ ഒരു നല്ല ഉണ്ട് കൊടുക്കാൻ തന്ന ഈ പഴമുണ്ടൊടുത്തേ നടന്നിട്ടുള്ളേ അട ഈ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ അതിന്റെ ഒരു പ്രചാരകനായി ഞാനും അതിലേക്ക് ആ സമയത്ത് നമ്മൾ ഈ കാണുന്ന ഒരു സുഹൃത്ത് ഏകദേശം 35 വർഷങ്ങൾ മുമ്പാണ് ഈ പ്രസ്ഥാനം നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചു. ആ സമയത്ത് നിരക്ഷരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെയെല്ലാം നമ്മുടെ വളരെയന്മാർ കടന്നു എത്തുന്നു. പഠന ക്ലാസുകൾ ഒരുക്കി അവരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ള വളരെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളിലും നടത്തുകയും 80 വയസ്സ് 85 വയസ്സ് വരെ പ്രായമുള്ള തൊഴിൽ നടക്കാനും കഴിയുന്ന ആളുകൾ അവരെല്ലാം വളരെ പ്രയാസപ്പെട്ട് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വരികയാണ്. സ്വന്തമായ മേഖലയിലേക്ക് എത്തുന്നു. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ 1990 പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇതുപോലെ 80 വയസ്സ് പ്രായമുള്ള ചേലക്കാടൻ ആയിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ അന്ന് എഴുതി വായിച്ചിട്ടുള്ള ഈ പ്രസംഗം ഇന്നും ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തങ്ങി നൽകുകയാണ്. ആ തരത്തിൽ ഒരു വലിയ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും അതിന്റെ കോർഡിനേഷൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഇത്തരം പഠിതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സേവനങ്ങൾ എന്നും ആ തരത്തിൽ വളരെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകുതികൾ കണ്ടു ഇവരെല്ലാം ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിതുപോലെ ഡിഗ്രി നമ്മളെ മടപ്പള്ളി കോളേജിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ BEd എടുത്തു. അതിനുശേഷം ഹൈസ്കൂൾ അധ്യാപകനായി. അതിനുശേഷമാണ് ഹൈസ്കൂൾ അധ്യാപകനായി കൊണ്ടിരിക്കുകയാണ് ഞാൻ PG എടുക്കുന്നത്. MA എക്കണോമിക്സ് ആണ് ആ സബ്ജക്റ്റായി എടുക്കുന്നത്. അത് ഡിസ്റ്റന്റായി നമുക്ക് ഇതുപോലെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തമായി പഠിക്കാൻ ചില അധ്യാപകരുടെ സഹായത്തിനാണ് അതിലൂടെ ഉന്നതമായ പരീക്ഷകൾ ജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അക്കാദമിക നിലവാരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾ നേടിയിട്ടുള്ള ഈ ബേസിക് നിങ്ങൾ ഇന്ന് സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ടാണ് പഠിക്കുന്ന സബ്ജക്റ്റുകൾ വളരെ കൃത്യമായി നല്ല മനസ്സോടുകൂടി വായിക്കാനും പഠിക്കാനും കഴിയുന്ന രൂപത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ് അടക്കം ഇപ്പൊ ഇതിന്റെ പ്രവർത്തകരൊക്കെ അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ തരത്തിൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് അതിനാവശ്യമായ സ്റ്റഡി മെറ്റീരിയൽ ശേഖരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നു വരേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിട്ട് പഠിക്കാൻ വേണ്ടി കഴിയണം. നമ്മൾ എന്താണോ പഠിക്കുന്നത് ആർക്ക് വേണ്ടി പഠിക്കുന്നതല്ല, നമുക്ക് വേണ്ടിയാണ്. ആ നമുക്ക് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ അത് എന്താണ് പഠിക്കുന്നത്, ഈ ഞാൻ പഠിച്ചത് കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പഠനത്തിലും മാത്സ് പഠിക്കുമ്പോൾ മാത്സ് പഠിച്ചതുകൊണ്ട് എന്താണ് കാര്യം, ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയാണോ? അതല്ല. ഈ മാത്സ് പഠിക്കുമ്പോൾ ഗണിതം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതഗന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്. അത് കണക്കായാലും ഭാഷാ വിഷയങ്ങളായാലും സാമൂഹ്യശാസ്ത്രമായാലും അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളായാലും എല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്.
അപ്പൊ ഓരോ വിഷയവും ആ വിഷയത്തിന്റെ ചില മേഖലകൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഇതിന് ബന്ധമുണ്ടോ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ഒരു കാര്യകാരണ സഹിതം നമുക്ക് പഠനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും. ആ രീതിയിലുള്ള പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിക്കുക. ആ തരത്തിൽ വളരെ കൃത്യമായി ഈ മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. നേരത്തെ ശ്രീലത അവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീലത അടിച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് ശ്രീലത പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്തൊക്കെ വളരെ നന്നായി ഈ സാക്ഷരതാ രംഗത്ത് എന്നുള്ളതൊക്കെ ശ്രീലത അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ തരത്തിൽ വളർന്നു ഭാഗമായിട്ടാണ് ഇന്ന് ഉന്നതമായ ഒരു പ്രസിഡന്റ് സ്ഥാനം പുറമേ ഇരിക്കുന്ന ആളുകൾക്ക് പ്രസിഡന്റ് വരെ എത്താൻ വേണ്ടി ശ്രീലത കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, ഓരോ ജനങ്ങളുമായിട്ടും ഇടപെടുമ്പോൾ അവരുടെ മനഃശാസ്ത്രം, അവരുടെ സമീപനം, അതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. ആ രൂപത്തിൽ ഈ പഠനത്തെ നിങ്ങൾ ഹൃദയസ്ഥമാക്കി മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നിട്ടുള്ള ആദരവിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ും അരമണിയും കിങ്ങിണി കെട്ടിയ തിറയാടി നിറയുന്നച്ഛൻ ദേശത്തിൻ ദോഷമകറ്റാൻ ദേശപ്പാന കൊടിയേറ്റുമ്പോൾ ഈ കനലിൽ ചാടിയുറഞ്ഞ് തീയാളി വരുന്നച്ഛൻ കനലിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രി വി കെ അവർക്ക് ഉപഹാരം നൽകുവാനായി നാഗപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ എം എ ക്ഷണിച്ചു. പറയാൻ വെമ്പും നേരം പോരാട്ടപ്പാതയിലച്ഛൻ കനമുള്ളൊരു മുഷ്ടി ചുരുട്ടി അവകാശ സമരച്ചൂടിൽ പാറുന്നൊരു ചെങ്കൊടിയേന്തി അവകാശ സമരച്ചൂടിൽ പാറുന്നൊരു ചെങ്കൊടിയേന്തി ഇക്കെട്ടും പൊട്ടിയ മുദ്രാവാക്യത്തിൽ ഇക്കെട്ടും പൊട്ടിയ മുദ്രാവാക്യത്തിൽ അച്ഛനെരിഞ്ഞു പല പകലുകൾ സ്വപ്നം കാണാൻ ബലമുള്ളൊരു കൈത്താങ്ങച്ഛൻ പറയാത്തൊരു സ്നേഹമൊഴിച്ച് മറച്ച് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, നല്ലൊരു ഈ പരിപാടി നമുക്ക് നല്ല സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ്. അറിവിനും അക്ഷരങ്ങൾക്കും തെളിയിച്ച് പഠിതാക്കളുടെ ഒരു സംഗമമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. സാക്ഷരതാ പ്രവർത്തനം ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള നിരക്ഷരരായ അമ്മൂമ്മമാർക്കും അച്ചാച്ചന്മാർക്കും ഒക്കെ അവർക്ക് പേരെഴുതാനും സ്വന്തമായി പേരെഴുതി ഒപ്പിടാനും സഹായിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പാതി വഴിയിൽ പഠനം നിർത്തേണ്ടി വന്നത് കൂടുതലും പെൺകുട്ടികൾക്കാണ് എന്നൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കുറച്ചു മുമ്പുള്ള രക്ഷിതാക്കൾക്കല്ല, നമ്മൾ എത്ര പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് നമ്മൾ പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് എന്നാലാണ് അവർക്കൊരു അവരുടെ അവരുടെ എന്താ പറയാ നിന്റെ കണ്ണുകളിൽ നിറയുന്ന പോലെ പെൺകുട്ടികൾ ഏത് തരത്തിലും പഠിക്കുന്ന കുട്ടികളായാലും അവരെ കല്യാണം പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തകർന്നു വീഴുന്നു ക്ഷണിച്ചുകൊള്ളുന്നു. നഷ്ടങ്ങളറിയാതെ നഷ്ട
നഷ്ടപ്പെടുന്നു നാം. ആശംസകൾ സമർപ്പിച്ച് സംസാരിക്കുവാനായി പുറമേനി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അലിമത്ത് എൻ കെ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഉൾപ്പെടെയുള്ള മറ്റു രക്തം ചിതറിയ ചുവരുകൾ കാണാം, വിശിഷ്ട വ്യക്തിത്വങ്ങളെ രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ആ സമയത്ത് പഠിപ്പിൻ ടീച്ചേഴ്സ് ഒക്കെ സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൊട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൊട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അടുത്ത പഠിതാവ് ബിജു. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, പൊട്ടിയതാലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം, തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. बैंड बजाऊंगा, झूम के गाऊंगा, प्यार तेरा होगा, बारात सजेगी, सजनी सजन होंगे, लोग मगन होंगे, मेरी दुआओं से वो रात सजेगी. लंबी हो तेरी उम्र, हम सबका अरमान है. लंबी हो तेरी उम्र, हम सबका अरमान है. रंग तेरा देख के, रूप तेरा देख के, कुदरत भी हैरान है. रंग तेरा देख के, रूप तेरा देख के, कुदरत भी हैरान है. ഷമീല, നിഷ കെ കെ, പ്രേമ കെ കെ, ശരണ്യ, ഷീല, റസീല,
താങ്ക് യു. അടുത്തതായി ഈ തുല്യത വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ +2 SLC അതുപോലെ തന്നെ ഡിഗ്രി എല്ലാം പഠിക്കാൻ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് ഈ തുല്യത വഴി നല്ല മാർക്കോടുകൂടി ശ്രീധരനെ പോലെയുള്ള ആൾക്കാർ നല്ല SLCക്ക് ഫുൾ A+ വാങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ +2 അവർക്ക് നല്ലൊരു മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. അതുപോലെ ഇപ്പം ഡിഗ്രി കോഴ്സിലേക്കുള്ള ചേർന്നിരിക്കുകയാണ്. ഞാൻ തുല്യത വഴിയാണ് എൻ്റെ ഒരു പഠിത്തം ആ സമയത്ത് പല സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അത് എനിക്ക് ഈ തുല്യത വഴി എനിക്കും SSLCക്ക് ഫുൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞു. പിന്നീട് തുടർ പഠനത്തിന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയത് വളരെ സന്തോഷമുള്ള ഒരു ദിനമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടി അവിടെ പങ്കെടുത്തതും. 1986 എൻ്റെ പഠനം ഉപേക്ഷിച്ച് 87 തുടങ്ങുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് SLC ബുക്ക് വാങ്ങാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് പറയാം. കല്യാണം കഴിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ കൂടി വർഷങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ കുടുംബശ്രീ വന്നതിന് ശേഷം കുടുംബശ്രീയിൽ കൂടി കുടുംബശ്രീ തുടങ്ങിയിട്ട് ഇന്ന് ഈ കൊല്ലമായി 27 വർഷം ആയി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനപ്പാലങ്കടി വായോ വായോ നീ മാറിച്ചായോ മഞ്ഞപ്പൂത്താലി തരാ നിന്റെ മാരനെ കൂടെ വരാ. കൂടി +2 പുരസ്കാരം കൊടുക്കാനുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെയും അത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത പി മാമിനോട് അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാർത്ഥികൾ മല്ലിക, ബിനിഷ, അപർണ, സീമ
പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറണം. താങ്ക് യു. അടുത്തത് നമ്മോട് സംസാരിക്കാനായി വളയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രി വി കെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ സുണേരി, വൈസ് പ്രസിഡന്റ് ഷീമാവള്ളിൽ, ഉദ്ഘാടകൻ നമ്മുടെ മുൻ വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ MP പ്രതീഷ് അവർകൾ, അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, നമ്മുടെ ഏറെ പ്രിയങ്കരനായ കോർഡിനേറ്റർ അശോകൻ മാസ്റ്റർ, അതുപോലെ തന്നെ അനി മാസ്റ്റർ, ഇവിടെ എത്തിയ തുല്യത പഠിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഇവിടുത്തെ 16ാമത്തെ വെച്ചിലാണ് ഞാൻ തുല്യത പരീക്ഷ എഴുതിയത്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇന്നും കണക്കാക്കുന്നത്. കാരണം അശോക് മാഷ് എപ്പം പറയാറുണ്ട്, ഇവിടെ എത്തിയ കൂട്ടത്തിൽ തുല്യത പഠന കേന്ദ്രം 16ാമത്തെ വെച്ച് വന്നതിന് പോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള. ഇപ്പോൾ എന്നതിന് ശേഷമുള്ള വെച്ചിനെ പറ്റി എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷ സീമാവലി, ഉദ്ഘാടകൻ പ്രതീഷ്, ഇന്ത്യയിലും സംസാരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, അധികം പറഞ്ഞിട്ടൊന്നും എനിക്കൊരു വലിയ ശീലമൊന്നുമില്ല. എന്നാലും ഞാൻ ഒരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ എന്റെ ഒരു മോട്ടിവേഷനായിട്ട് കണക്കാക്കരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഇവിടെ എത്തി. ആദ്യം +1 പഠിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ പഠിക്കുവാൻ പറ്റുമോ എന്നുള്ളതാ. അതുപോലെ തന്നെ എന്റെ പ്രശ്നവും ആദ്യം നമുക്ക് പഠിക്കുവാൻ പറ്റുമോ എന്നുള്ളതിനും. പിന്നെ ഇവിടെ വന്നപ്പോൾ പഠിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ 2023 പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി +2 പാസ്സായി. അതിനുശേഷം വിജയിച്ച് ഇപ്പം മെമ്പറായി എല്ലാം കൂടി ഇപ്പം കൊണ്ടുവന്ന് നമുക്ക് വിചാരിച്ചാൽ എല്ലാം നടക്കും. ശ്രീ സുരേന്ദ്രേട്ടൻ നമ്മുടെ എനർജിയാണ്, നമ്മുടെ എല്ലാം പഠിതാക്കളുടെ എനർജിയാണ് സുരേന്ദ്രൻ. അടുത്തത് ശങ്കരേട്ടൻ മിതഭാഷിയാണ്. പക്ഷെ പറയുന്നത് എന്താണ്, കുറിക്കുകൊള്ളുന്നതേ പറയൂ. ഉപഹാരം കൊടുക്കുന്നത് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത മാം. അടുത്തത് കുമാരേട്ടന് ഉപഹാരം സമർപ്പിക്കുന്നത് അശോകൻ മാസ്റ്ററാണ്. പ്രിയപ്പെട്ട അശോകൻ മാസ്റ്ററാണ് കുമാരേട്ടന്
അടുത്തത് നമ്മുടെ എല്ലാം പ്രോത്സാഹനവും വഴികാട്ടിയും ഒക്കെയായ ശ്രീ ശ്രീധരേട്ടന് ഉപഹാരം സമർപ്പിക്കുന്നത് രമാ മാമാണ്. ശ്രീധരേട്ടൻ അതിനുശേഷം നമ്മോട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ്. തന്നെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP പ്രതീഷ്, T പ്രദീപകുമാർ, പ്രീത PS, അഹമ്മദ് പുന്നക്കൽ, ഓൾപ്പിൽ കുഞ്ഞമ്മദ് മാസ്റ്റർ, ശ്രീലത P.